Hello guys, I am Munna Sadiq and welcome back to my channel. Malabar style sweet chattipathiri ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കോഴിക്കോട്ടുകാർക്ക് ഏതൊരു ഫംഗ്ഷനിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് ചട്ടിപ്പത്തിരി എന്ന് വേണമെങ്കിൽ പറയാം. നിക്കാഹ്, എൻഗേജ്മെൻറ്റ്, ഇഫ്താർ പാർട്ടി തുടങ്ങി എല്ലാ ഫംഗ്ഷനിലും തിളങ്ങി നിൽക്കുന്ന ഒരു റെസിപ്പിയാണ് ചട്ടിപ്പത്തിരി. മലബാറിൽ തന്നെ ചില ഭാഗങ്ങളിൽ ഇത് ഓരോ ടൈപ്പിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലർ മാവ് കലക്കി പത്തിരി ആക്കിയിട്ട് ഉണ്ടാക്കും. അതുപോലെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്സിൽ ചിലർ തേങ്ങ ചേർത്തിട്ടുണ്ടാക്കുന്നത് കാണാം. അങ്ങനെ ഓരോ ടൈപ്പിൽ. എന്നാൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടാലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ 20 മുട്ടയുടെ അളവിനാണ് ഈ ഒരു ചട്ടിപ്പത്തിരി കാണിക്കുന്നത്. സാധാരണ പാർട്ടിയിൽ വെക്കാനാണെന്നുണ്ടെങ്കിൽ 20 മുട്ടയൊക്കെ എടുക്കുക. വീട്ടിൽ നമുക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ 6 അല്ലെങ്കിൽ 8 മുട്ടയിലൊക്കെ എടുത്താൽ മതി. സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ, അളവ് കുറച്ചെടുക്കുക. ഇതിൽ നിന്നും ആദ്യം ഒരു ബൗളിലേക്ക് 8 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും ആവശ്യത്തിന് ഷുഗറും ചേർത്ത് കൊടുക്കാം. 8 മുട്ടയ്ക്ക് 8 സ്പൂൺ ഷുഗറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബീറ്ററൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അണ്ടിയും കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് ഗോൾഡൻ കളറായി വരും. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ സെയിം ഓയിലിലേക്ക് തന്നെ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഒഴിക്കണ്ട, പകുതി ഒഴിച്ചാൽ മതി. എന്നിട്ടൊരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് 2 ടൈപ്പിലുണ്ടാക്കും. എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ച പാടെ കൈയെടുക്കാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു ചെറിയ തരികളായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് ഉണ്ടാവും അത് ആക്കി കഴിഞ്ഞാൽ. അതല്ല, നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞ് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇടവിട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും കിട്ടുക. കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള എഗ്ഗിൻ്റെ മിക്സ്. അപ്പോൾ ഞാനിത് രണ്ടും ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയൊരു ബൗളിലേക്ക് ബാക്കിയുള്ള മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി 12 മുട്ടയാണുള്ളത്. ഇതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും ഷുഗറും ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ അളവിനാണ് ഷുഗർ ചേർക്കുന്നത്. അപ്പോൾ 12 മുട്ടയ്ക്ക് 12 സ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ സെയിം അളവിൽ തന്നെ ചേർക്കണം എന്നില്ല കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് സോൾട്ട് ചേർത്തിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. നമ്മൾ കുഴക്കുന്ന സമയത്ത് ഒരു 1-2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ്. ഇനി ഇത് ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ശേഷം എല്ലായിടത്തും നല്ലോണം ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മൈദപ്പൊടിയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു പത്തിരി കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമുക്കിത് 4-5 പത്തിരി ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ 3 പത്തിരിയാണ് വെച്ച് കൊടുക്കുന്നത്. പരത്തിയെടുക്കാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് കുറേ പത്തിരിയൊക്കെ പരത്താനുണ്ടാകുമ്പോൾ ഒറ്റ പരത്തലിൽ തന്നെ 3-4 പത്തിരിയൊക്കെ പരത്തിയെടുക്കാനുള്ള ഈസി ട്രിക്കാണിത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറിയാത്തവർ നോർമലായിട്ട് പരത്തിയെടുത്താൽ മതി. ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നല്ല വലുപ്പത്തിൽ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. രണ്ടും സെയിം ആണ്. എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു മാത്രം. ഇതുപോലെ ഇങ്ങനെ 3 എണ്ണാക്കി അടക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഒറ്റ പത്തിരി നല്ല വലുപ്പത്തിൽ നീട്ടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും, ഉള്ളിൽ ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ നല്ല വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 4 എണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. 4 എണ്ണത്തിൽ നമുക്ക് ടോട്ടൽ 12 പത്തിരി കിട്ടും. ഇനി ചൂടുള്ള പാനിലേക്ക് ഒരു പത്തിരി ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം ചൂടാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എൻഡിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിൽ നിന്നും ഒരു പത്തിരി ഇങ്ങനെ അടർത്തിയെടുക്കാം. ഈ ഒരു പ്രോസസ്സ് ചൂടോടെ തന്നെ ചെയ്യണം, എന്നാലേ പത്തിരി വേറിട്ട് വിട്ട് കിട്ടുകയുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ പത്തിരി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ചൂടാവുമ്പോൾ തന്നെ പത്തിരി ഇങ്ങനെ വിട്ട് വരുന്നതാണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് പത്തിരി വിട്ടെടുക്കാം. അപ്പോൾ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സും പിന്നെ ഫില്ലിങ്സിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സും പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിയും കിസ്മിസും പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി പകുതി നമുക്ക് ടോപ്പിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലുപ്പമുള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിലേക്ക് ഒരു 3-4 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചട്ടിപ്പത്തിരി അടി കരിയാതിരിക്കാൻ ഫസ്റ്റിൽ വെക്കുന്ന പത്തിരി കുറച്ച് കട്ടിയുള്ളത് വെച്ച് കൊടുക്കുക. ഒരുപാട് കട്ടി വേണ്ട. ആദ്യം മിൽക്കിൽ ഞാനൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എഗ്ഗിൻ്റെ മിക്സിലും ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പത്തിരി ഈ പാനിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം എഗ്ഗിൻ്റെ ഫില്ലിങ്സ് ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1-2 സ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സെയിം പ്രോസസ്സ് തന്നെ ഓരോ ലെയറായിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു പത്തിരി എടുക്കുക, പാലിലൊന്ന് ഡിപ്പ് ചെയ്യുക, പിന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ പത്തിരിൻ്റെ മുകളിൽ ആദ്യം എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് പാലിൽ ഡിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് നമ്മൾ പാലിലാണ് മുക്കേണ്ടത്, എന്നിട്ടാണ് എഗ്ഗിൽ മുക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, മാറിപ്പോയരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1-2 സ്പൂണ് എഗ്ഗിൻ്റെ മിക്സ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ എഗ്ഗിൻ്റെ ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഓയിൽ ഇങ്ങനെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ഷുഗറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന മെത്തേഡ് ഈ ഒരു ടൈപ്പിലാണ്. അതായത് ഓരോ പത്തിരി എടുത്ത് ഓരോ ലെയറായിട്ട് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരി തയ്യാറാക്കാറ്. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ട്രിക്കാണ്. അതായത് ചട്ടിപ്പത്തിരി നല്ല വലുപ്പത്തിൽ കിട്ടാനുള്ള ട്രിക്ക്. അതിനൊരു പത്തിരി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നടു കട്ട് ചെയ്തതിന് ശേഷം പാലിലൊന്ന് ഡിപ്പ് ചെയ്യുക. പിന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. അടുത്ത പത്തിരിയും ഇതുപോലെ ലെവൽ ചെയ്തിട്ട് റൗണ്ടിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വലുപ്പമുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ പത്തിരി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലുപ്പമുള്ള ചട്ടിപ്പത്തിരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ട്രിക്കാണ്. സാധാരണ നമ്മൾ ഇതുപോലെയല്ല കേട്ടോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ മെത്തേഡിലാണ്. ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലുപ്പമുള്ള ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് നല്ല വലുപ്പത്തിൽ പത്തിരി പരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഏതൊരു ഫംഗ്ഷനിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചട്ടിപ്പത്തിരി. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വലുപ്പത്തിലുള്ള ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പത്തിരിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ എഗ്ഗിൻ്റെ മിക്സും കാഷ്യൂ നട്ട്സൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ടോപ്പിലിടാൻ പോകുന്നത് കസ്കസാണ്, വെള്ള കസ്കസ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 35-40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ അടിയിൽ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാന് വെക്കാൻ. അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ മിക്സ് ആണല്ലോ കൂടുതലായിട്ടും ചേർത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊരു 35-40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയമായിട്ടുണ്ട്. ഇനി ഇതൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി നോക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, ഇതുപോലെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കണം. ഒരു സൈഡേ വെന്തിട്ടുള്ളൂ. അപ്പോൾ മുകളിലും കൂടി ജസ്റ്റ് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഞാനിത് മറിച്ചെടുക്കുന്നുണ്ട്. വാവ്, നല്ല കറക്റ്റ് കളറിൽ അടി കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ സെയിം പാനിലേക്ക് തന്നെയാണ് ഇതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിലൂടെ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.